അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ്, കൊല്ലം. കച്ചവടത്തിലൊക്കെ അള്ളാഹു വലിയ വിജയം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹു ഇൽമിന് വേണ്ടി, അറിവിന് വേണ്ടി, ഖുർആനിനു വേണ്ടി, പ്രാർത്ഥനയ്ക്കു വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന നമുക്ക് അള്ളാഹുവിൻ്റെ ജന്നാത്തു നഈമിൽ ഇതുപോലെ ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ചെയ്തുപോയ ദോഷങ്ങളെല്ലാം പുറത്ത് സർവശക്തനായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി യാത്ര ചെയ്യുന്ന സ്വാലിഹീങ്ങളുടെ, സ്വാദിഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് പുതിയ ഒരു സൂറത്താണ് മാഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൻ നൂഹ്. പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്ന സൂറത്തുകളുണ്ട്. സൂറത്ത് യൂസുഫ്. അതുപോലെ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്ന ധാരാളം അധ്യായങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവും ചരിത്രവും ഒക്കെ പരാമർശിക്കുന്ന വളരെ മനോഹരമായ ഒരു അധ്യായമാണ് സൂറത്തുൻ നൂഹ്. സൂറത്തുൽ ജിന്ന് കഴിഞ്ഞാലുള്ള സൂറത്താണ് സൂറത്തുൻ നൂഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇന്നു മുതൽ സൂറത്തുൻ നൂഹ് നമ്മൾ ആരംഭിക്കുകയാണ്. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ യാത്ര, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ജീവിതം, അതൊക്കെയാണ് നാം ഇന്നു മുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. ഒന്നാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൂഹ് നബിയുടെ ജനതയിലേക്ക് അയച്ചു. അൻ അൻദിർ ഖൗമക, അങ്ങയുടെ ജനതയെ അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കുക. നിങ്ങളുടെ ജനതയെ, നിങ്ങളുടെ നാട്ടിലെ ജനതയെ, നിങ്ങളെ ഏത് ജനതയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൂഹ് നബിയുടെ ജനതയിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ തെറ്റ് കാണിച്ച്, ധിക്കാരം കാണിച്ച്, തെമ്മാടികളായി, താന്തോന്നികളായി, നന്ദി കെട്ടവരായി ജീവിക്കുന്ന ഒരു വലിയ സംഘം, ആ സംഘത്തിൻ്റെ മുന്നിലേക്ക് പ്രബോധന ഉത്തരവാദിത്ത ദൗത്യവുമായി അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ അൻ ഇഅ്ബുദുല്ലാഹ വത്തഖൂഹ് വഅതീഉ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ.
നൂഹ് നബിയെ തൻ്റെ ജനതയുടെ മുമ്പിലേക്ക്, അക്രമികളായി നന്ദികെട്ടവരായി ജീവിക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്ന്. എന്നിട്ട് ആ നൂഹ് നബി എന്താ ചെയ്തത്? ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരുന്ന ഒരാളാണ്. അള്ളാഹ് ഏൽപ്പിച്ച ജോലി അതുപോലെ തന്നെ ചെയ്യാൻ ആ ജനതയോട് പറയുന്നു. അവർക്ക് ദീനില്ല, അച്ചടക്കമില്ല, അനുസരണയില്ല, എങ്ങനെ നടക്കാൻ, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, സുഖിക്കുക. നൂഹ് നബി പറയുന്നു ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരാളാണ്. അനിഅ്ബുദുല്ലാഹ വത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനെ സൂക്ഷിക്കണം. ഈ ആകാശം പടച്ചത് അള്ളാഹുവാൻ. വഅതീഊഹ്, ഈ ലോകത്തെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതുവരെ കുറേ തെറ്റുകൾ ചെയ്തു, ഇതുവരെ കുറേ പാപങ്ങൾ ചെയ്തു. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നിങ്ങൾ ഈ ദീനിലേക്ക് വന്നാൽ, ഈ അനുസരണയുള്ളവരായി നിങ്ങൾ മാറിയാൽ, നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ, അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തന്നു, ശരീരം തന്നു, നിഅമത്ത് തന്നു, അതൊക്കെ മറന്ന് സുഖിച്ച് രസിച്ച് ജീവിച്ചില്ലേ, ഒക്കെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ് വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തരികയും ചെയ്യും. എത്ര വൃത്തിയായിട്ടാണ് പ്രവാചകന്മാർ അവരോട് സംസാരിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ സരളമായി, സൗമ്യമായി, ചിരിച്ചുകൊണ്ട്, അവർ കല്ലെറിയുമ്പോൾ ഏറ്റുവാങ്ങി, അവർ ആക്ഷേപിക്കുമ്പോൾ അത് പരിഹസിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അവരോടൊപ്പം, അവരുടെ കൂടെ രാത്രിയും പകലും നടന്നും കരഞ്ഞും ഒക്കെ ഉപദേശിച്ചവരാണ് പ്രവാചകന്മാർ. ഈ ഭാഷ നമ്മൾ തിരിച്ചറിയണം. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ ആ ഭാഷ എത്ര വൃത്തിയായിട്ടാണ് ഖുർആൻ അത് പറയുന്നത്. ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരുന്ന ഒരു വ്യക്തിയാണ്, പ്രവാചകരാണ്. അനിഅ്ബുദുല്ലാഹ വത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. വത്തഖൂ, അവനെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കണം. വഅതീഉ, അവനെ ഇബാദത്ത് ചെയ്യണം, അവനെ അനുസരിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ പാപങ്ങൾ, ഇതുവരെ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചല്ലോ, ഒക്കെ അള്ളാഹു പുറത്തു തരും. നൂഹ് നബിയുടെ ചരിത്രവും കഥകളും ഒക്കെ നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട ഉമ്മമാർക്കൊക്കെ പരിചയമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തി. വളരെ ചുരുക്കം ചില ആളുകളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്ക് കേട്ട്, നസ്വിഹത്ത് കേട്ട് ഉപദേശം സ്വീകരിച്ചെത്തിയത്. ബാക്കിയുള്ളവരെ വീണ്ടും വീണ്ടും അവർ ചെവിയിൽ പഞ്ഞി വെച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂക്കി വിളിച്ചു, ഭ്രാന്തനെന്ന് വിളിച്ചു, ആട്ടിയോടിച്ചു, കളിയാക്കി, പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. ഒടുവിൽ അവർക്ക് ഭയാനകരമായ ശിക്ഷ. ഇവിടെ ഖുർആനിൻ്റെ ഈ സൂറത്തിൽ അയ്യത്തിയഹും അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞല്ലോ. ആ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്നു. അതാണ് തൂഫാൻ, ജലപ്രളയം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്.
First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കൊല്ലത്തെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചില മരണവീടുകളിൽ സ്ത്രീകൾ പുരുഷമയത്തിന് മുൻപിൽ ഉറച്ച ശബ്ദത്തിൽ ഖുർആൻ ഓതുന്നത് കാണാം. ഇത് അനുവദനീയമാണോ? ചോദിച്ചിരിക്കുന്നത് നാസറുദ്ദീനാണ്, കൊല്ലത്ത് നിന്നും. സ്ത്രീകൾ മയ്യത്തിൻ്റെ മുമ്പിലെന്ന് മാത്രമല്ല, എപ്പോഴും ശബ്ദം താഴ്ത്തണം. അത് അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലോ അവരുടെ അവകാശത്തെ ഹനിക്കലോ ഒന്നുമല്ല. സ്ത്രീകളെന്ന് പറയുന്നത് അവരുടെ ശബ്ദം ശ്രദ്ധിക്കേണ്ടതല്ലേ? വളരെ മധുരമുള്ള ശബ്ദമാണ്. അതിൻ്റെ ഖുർആനാണെങ്കിലും അതിൻ്റെ പാട്ടാണെങ്കിലും അവരുടെ വെറുതെയുള്ള സംസാരമാണെങ്കിലും അതൊക്കെ ഒരു സർക്കിളിനകത്ത് ഒതുക്കി നിർത്തേണ്ട, കുടുംബത്തിനകത്ത്, വീട്ടിൽ ഭർത്താവിനോട്, മക്കളോട്, അല്ലേ? ഭർത്താവിന് ആ സ്വരം പോലും സംസാരം പോലും വൈകാരികമായ തലത്തിലേക്ക് ഭർത്താവിനെ എത്തിക്കാൻ പെണ്ണിന് സാധ്യമാകുന്നു. ആ തരത്തിലുള്ള ഒരു മധുരമാണ് ആ ശബ്ദത്തിന് പോലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിന് ചില നിയമനിബന്ധനകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോഴാണെങ്കിൽ പോലും ആ സമയത്ത് പോലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞെങ്കിൽ മറ്റ് സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ അന്യ സ്ത്രീകളുടെ മയ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പുരുഷന്മാർ ഓതുന്നതാണെങ്കിലും സ്ത്രീകളുടെ മുഖം ഇങ്ങനെ, മയ്യത്തിൻ്റെ മുഖം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പുരുഷന്മാർ നോക്കിയിരിക്കുക, പുരുഷ മയ്യത്തിൻ്റെ മുഖം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് സ്ത്രീകളെങ്ങനെ നോക്കിയിരിക്കുക, അതൊക്കെ ഒഴിവാക്കുക. മരണവീടുകളിൽ ചടങ്ങുകളായി പഴയകാലം മുതൽ നടത്തി വരുന്ന ചില കാര്യങ്ങൾ നടക്കട്ടെ എന്നല്ല വെക്കേണ്ടത്. ഇസ്ലാം നിർദ്ദേശിക്കുന്നത് മാത്രം നടക്കുക എന്ന് വെക്കുന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആണിനും പെണ്ണിനും സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെറിയ കുട്ടികളെ ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഏതൊക്കെ സൂറത്തുകളും ദിക്റുകളുമാണ് നമ്മൾ ഓതേണ്ടത്? ഇത് ചോദിച്ചിരിക്കുന്നത് നിസാറുദ്ദീൻ ഹാജി, കൊല്ലം. ഒരു 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഓതി തലയിൽ ഊതി കൊടുത്താൽ പെട്ടെന്നുണ്ടാകുന്ന കുഞ്ഞുമക്കൾക്കുണ്ടാകുന്ന ഷെയ്ത്താനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനി, ഖുൽ ഹുവല്ലാഹു അഹദും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യവും മറ്റത് ഓരോ പ്രാവശ്യവും ഫാത്തിഹ 1 പ്രാവശ്യവും ഊതി കൊടുക്കുന്നത് മക്കൾക്ക് ശൈത്താനിയായ ശർറൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് മാറ്റാനും അവർക്ക് കുറച്ച് റാഹത്ത് കിട്ടാനും, ഉറക്കമില്ലാത്ത മക്കൾ, ഞെട്ടി ഉണരുന്ന മക്കൾ, അങ്ങനെ എപ്പോഴും കരയുന്ന മക്കൾ, അവർക്കൊക്കെ ഈ ചെറിയ ചെറിയ പിശാചിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് ഖുർആനിൻ്റെ അത്ഭുതം കൊണ്ട്, ഈ സൂറത്തുകളുടെ അത്ഭുതം കൊണ്ട് അതൊക്കെ മാറിക്കോളും. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ കുടുംബ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ടവരുടെ മയ്യത്ത് കാണാൻ പോകാമോ?
ഇത് ചോദിച്ചിരിക്കുന്നത് പാരിഷ ബീവി പള്ളിക്കൽ നിന്നുമാണ്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അങ്ങനെ പുറപ്പെടാൻ പാടില്ല. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങുക. ഇനി ഒരുപക്ഷെ നമുക്ക് നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലമാണ്. നിർബന്ധമായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരാണ്. പക്ഷേ ഭർത്താവ് അനുവാദം തരുന്നില്ല. ആ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിയെടുക്കാൻ സഹോദരിമാർക്ക് ഹിക്കുമത്തൊന്നും ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. വാങ്ങിയെടുക്കുക എന്നത് നമ്മളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ വാപ്പ മരണപ്പെട്ടിട്ട് വാപ്പാൻ്റെ മയ്യത്ത് കാണാൻ പോകാനുള്ള അനുവാദം ചോദിച്ചു റസൂലുള്ളാഹിയോട്. ഭർത്താവ് അനുവദിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. എന്താണ് ചെയ്യുക? പോകരുതെന്നാണ് പറഞ്ഞത്. ഭർത്താവിനെ വഴിപ്പെടുക, അനുസരിക്കുക. അതൊരു വലിയ കുടുംബത്തിൻ്റെ അടിത്തറയാണ്, ഒരു വലിയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ പൊളിയാൻ പാടില്ല. അതിനേക്കാൾ പ്രധാനം ഇതിനാണ് എന്ന് ഇസ്ലാം പറയുന്നത് കൊണ്ടാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അനുവാദം നിർബന്ധമായിട്ടും അനുവാദം വേണം. സ്ത്രീകൾക്ക് മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് പള്ളി ഖബർസ്ഥാനിൽ പോയി ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ചോദിച്ചിരിക്കുന്നത് സുഫേറത്ത് റംജാദ് റാഹി മലപ്പുറത്ത് നിന്നും. തീർച്ചയായിട്ടും പോകാവുന്നതാണ്, അങ്ങനെ വിരോധമൊന്നുമില്ല. പിന്നെ ചില പള്ളികളിൽ, നാട്ടിലെ ജമാഅത്ത് പള്ളികളിലുള്ള നിയമം അത് നമ്മൾ പാലിക്കണം. അൽ ജവാബ് പറഞ്ഞെന്ന് പറഞ്ഞ് അടച്ചിരിക്കുന്ന പള്ളിയുടെ മതിലിയാടി പെണ്ണുങ്ങൾ സിയാറത്ത് ചെയ്യാൻ പോകാനല്ല പറഞ്ഞത്. ഇപ്പോൾ വാപ്പാൻ്റെ ഖബർ എനിക്കൊരു ഫാത്തി ഓതണമെന്ന് പറഞ്ഞാൽ ഒരു ഖബർസ്ഥാനിലേക്ക് ഒരു പെണ്ണ് പോയി നിന്നൊരു ഫാത്തി ദുആ ചെയ്തിട്ട് വരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാമികമായ ചുറ്റുപാടിൽ നിയമവ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് ഹറാമിയത്തുകൾ വരാത്ത വിധം, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത വിധം തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്യുന്നതിന് തെറ്റുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കടമുള്ള ഒരാൾ മരണപ്പെട്ടാൽ ആർക്കൊക്കെയാണ് അത് വീടാൻ ഏറ്റവും ബാധ്യത? മക്കൾക്ക് മാത്രമാണോ? അവർ അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ എന്താണ് ചെയ്യുക? ചോദിച്ചിരിക്കുന്നത് അൻവർ അൻസാരിയാണ്, പാലക്കാട് നിന്നും. ആദ്യം ബാധ്യത വരുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിലെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന കുടുംബനാഥന്മാർ. ഇപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചാൽ അനുജൻ എന്ന് പറയുന്നത് പോലെ കുടുംബകാര്യങ്ങൾ നോക്കുന്ന കുടുംബനാഥൻ. അപ്പോൾ ആ ബാധ്യത അത് യഥാർത്ഥത്തിൽ അടക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ബാധ്യതകളൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം, ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാകണം. അതൊരു വലിയ നന്മയാണ്. ആ മയ്യത്തിന് സമാധാനം കിട്ടുന്ന വലിയൊരു പുണ്യമാണ്. മക്കളാണ്. മക്കൾ വലിയ മുതിർന്ന പക്വതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ്. ഇനി കടം വീടാൻ ഒരു മാർഗവുമില്ലാത്ത കുടുംബമാണ്. വാപ്പ കുറേ കടമുണ്ടാക്കി വെച്ചു, മക്കൾക്കോ സഹോദരങ്ങൾക്കോ അത് വീടുന്നതിനുള്ള യാതൊരുവിധ മാർഗവുമില്ലെങ്കിൽ നാട്ടിലുള്ളവർ അതിലിടപെടണം. ഇപ്പോൾ അടുത്ത സമയത്ത് വയനാട് എൻ്റെ പ്രിയപ്പെട്ട അസീസ് കോറം എന്ന് പറയുന്ന സഹോദരൻ, അവരുടെ ആ നാട്ടിൽ മരണപ്പെട്ട ഒരാൾക്ക് എത്രയോ ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് സമ്പന്നരൊക്കെ വിളിച്ചുകൂട്ടി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആ മരണപ്പെട്ടു പോയ ആളിന് സമാധാനം ഖബറിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബാധ്യത തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രവർത്തനം നടത്തി. പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല, അള്ളാഹു എത്തിക്കട്ടെ. അതൊക്കെ വലിയ നല്ല കാര്യമാണ്. അപ്പോൾ ബാധ്യത എന്ന് പറയുന്നത് ഒരു മയ്യത്തിന് കടബാധ്യത ഉണ്ടാവാൻ പാടില്ല. അത് ജീവിച്ചിരിക്കുന്നവർ അത് ഏറ്റെടുക്കണം. അവർക്കതിന് കഴിവില്ലെങ്കിൽ നാട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ വിളിക്കുക, ഇല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ളവരെ ആരെയാണോ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാം, ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വിട പറഞ്ഞു പോയി, അപ്പോൾ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കണം, വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കി പള്ളിക്കാരെയൊക്കെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് ധാരണയിലെത്തിക്കണം. ഇല്ലെങ്കിൽ അത് കൊടുത്തു വിടാനുള്ള മാർഗം ഈ പറഞ്ഞ പോലെ പൊതുവിൽ ജനങ്ങളോട് അവതരിപ്പിച്ചിട്ട് കണ്ടെത്തണം. മക്കൾ, കുടുംബക്കാർ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്വത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റുന്ന അവയവം മയ്യത്ത് അടക്കം പോലെ അടക്കണമോ അതോ സാധാരണ കുഴിയിൽ മൂടിയാൽ മതിയാകുമോ? ചോദിച്ചിരിക്കുന്നത് റഹീമ ഷാനു, പത്തടി, കൊല്ലം. ഇപ്പം നഖം, മുടി പോലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാധാ കുഴിയിൽ, പുറത്ത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുമല്ലോ, ഈ നായയും മറ്റുമൊന്നും മാന്തി എടുത്ത് കൊണ്ടുപോകാത്ത വിധം ഒരു സുരക്ഷിതമായി അതിന് കൊടുക്കേണ്ടുന്ന, ആ ശരീരഭാഗത്തിനോട് കൊടുക്കേണ്ടുന്ന ആദരവോടുകൂടി അടക്കം ചെയ്താൽ മതിയാകും. ഇനി അതല്ല, കൈ പോലെയോ കാല് പോലെയോ കുറച്ച് വലിപ്പവും തടിയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാകുന്നതാണ്. അള്ളാഹു അത്തരം അവസ്ഥകളെ തൊട്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനം
തിരികെ ചോദിച്ചില്ല, അറിഞ്ഞു കൊടുക്കാനും മറന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം അത് ഓർമ്മ വന്നപ്പോഴേക്കും ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോവുകയും ചെയ്തു. ഇനി എന്താണ് ഒരു പോംവഴി? ചോദിച്ചിരിക്കുന്നത് സലീം സാഹിബ് വെമ്പായത്ത് നിന്ന്. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. നമ്മളൊരു ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള എല്ലാ ബാധ്യതകളും നിർവഹിച്ചിട്ട് വേണം നമ്മൾ മരണപ്പെടാൻ. ഇതൊരു ബാധ്യതയായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്ന സാധനം നമ്മുടെ ബാധ്യതയാണ്. അത് നശിച്ചു പോട്ടെ, നഷ്ടമായി പോട്ടെ, കാലം എത്രയാവട്ടെ, ബാധ്യത തന്നെയാണ്. ഏൽപ്പിച്ച മനുഷ്യൻ എവിടെയാണോ ഉള്ളത് ആ മനുഷ്യനോട് നേരിട്ട് ആ കാര്യം പറഞ്ഞ് അയാൾ പൊരുത്തപ്പെടിക്കുന്നത് വരെ ബാധ്യതയാണ്. ഇനി ഏൽപ്പിച്ച ആൾ മരണപ്പെട്ടു പോയി, വേറെ മാർഗമില്ല. കരഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബാക്കി ചെയ്യേണ്ടത് അള്ളാഹുവാണ്. തീർച്ചയായിട്ടും മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഇത്തരം ഇടപാടുകളിൽ ക്ലിയർ വരുത്തുക എന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അത് ശ്രദ്ധിക്കുക. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാ മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ കത്തുകൾ അയച്ചു, അഭിപ്രായങ്ങൾ അറിയിച്ചു. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അട്ടക്കുളങ്ങരയിൽ അറഫ ഗോൾഡിന് ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധ്യമാകണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളവിടെ പർച്ചേസിന് വേണ്ടി തിരഞ്ഞെടുക്കണം. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം ജില്ലയുടെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് സിഗ്നേച്ചർ. അൽഹംദുലില്ലാ,
അള്ളാഹു ആ കച്ചവട സ്ഥാപനത്തിന് എല്ലാ ബറക്കത്തും കൊടുക്കട്ടെ. നാസറുദ്ദീൻ സാഹിബിൻ്റെ മനസ്സ് വിശാലമായതുപോലെ തന്നെ അതിലേറെ വിശാലമായി ആ കച്ചവടത്തെ അള്ളാഹു പുരോഗതിയിലെത്തിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളവിടെ പർച്ചേസിന് വേണ്ടി തിരഞ്ഞെടുക്കണം. 3-ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ്, അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇന്ന് സൂറത്തു നൂഹ് പഠിച്ചു തുടങ്ങി. ചില ഉമ്മമാരൊക്കെ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ മക്കൾ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ ഉസ്താദെ, അവർക്ക് അൽജവാബൊന്നും വേണ്ട, അവർക്കതിനൊന്നും താല്പര്യമില്ല. എത്രയോ വിജ്ഞാനങ്ങളാണ് ഓരോ ആഴ്ചയിലും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവർ ടി വിയിലൂടെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണാൻ വലിയ ആവേശമാണ്, അവർക്കിതിനു വേണ്ടി കളയാൻ സമയമില്ല. അപ്പോൾ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഇൽമിൻ്റെ ഒരു വഴി കിട്ടാനുള്ള പ്രാർത്ഥന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. ഉമ്മമാരൊക്കെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ദുആ ചെയ്യണം. ഇത്തമാരൊക്കെ തഹജ്ജുദിലും സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം. പടച്ചവനെ, പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം. വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. നിന്റെ ഇസ്ലാം ദീനിൻ്റെ ഖിദ്മത്ത് കൂടി ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ഇസ്ലാമിൻ്റെ ഖിദ്മത്തും അതുപോലെ തന്നെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖും ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. അല്ലാഹുമ്മ വഫിഖ്നാ ലിത്തഅല്ലുമി വത്തഅലീം വലിഖിദ്മത്തി ദീനിക്കൽ ഇസ്ലാം. ഈ ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കും, നാം പഠിക്കും, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കും. നമ്മെ അൽ ജവാബ് പോലെ ഏതെങ്കിലും ഉസ്താദുമാരോ പ്രോഗ്രാമോ നമ്മെ പഠിപ്പിക്കും. എന്നിട്ട് ഇസ്ലാമിൻ്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ ദീനിന് എതിരാകുന്ന ഒന്നും ചെയ്യാതെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല കുടുംബം എന്തു ശാന്തമായിരിക്കും, എത്ര സന്തോഷമായിരിക്കും. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ നെടും തൂണാണ് MK ഫാബ്രിക്സ്. മറക്കരുത്, കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ വിപുലമായ വളരെയേറെ സെലക്ഷനുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമാണ് MK ഫാബ്രിക്സ്. അള്ളാഹു ഈ സ്ഥാപനത്തിന് ഈ പ്രോഗ്രാമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സഹായത്തിൻ്റെ ഖിദ്മത്തിൻ്റെ പുണ്യം കൊണ്ട് ഒരുപാട് പുരോഗതി അള്ളാഹു കൊടുക്കട്ടെ. ഒരുപാട് അഭിവൃദ്ധിയുടെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു ആ കച്ചവട സ്ഥാപനത്തിന് എല്ലാ ബറക്കത്തും കൊടുക്കട്ടെ. നാസറുദ്ദീൻ സാഹിബിൻ്റെ മനസ്സ് വിശാലമായതുപോലെ തന്നെ അതിലേറെ വിശാലമായി ആ കച്ചവടത്തെ അള്ളാഹു പുരോഗതിയിലെത്തിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളവിടെ പർച്ചേസിന് വേണ്ടി തിരഞ്ഞെടുക്കണം. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നമ്മുടെ അടുത്ത ആഴ്ചയിൽ നമ്മൾ പറയേണ്ട സംശയങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അൽ ജവാബ് AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കത്തുകൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത പ്രോഗ്രാമിൻ്റെ വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.